ഗൈസ് ദിസ് പോസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലോകത്തെ എല്ലാ ട്രേഡേഴ്സും അല്ലെങ്കിൽ അനലിസ്റ്റുകളും വളരെ ശ്രദ്ധയോടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു പോസാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു പോസ് എന്ന് പറയുന്നത്. പോസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എങ്ങോട്ടും മൂവ് ചെയ്യാതെ ഒരു സൈഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഓരോ ക്യാൻഡിലും വീക്ക്ലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും ഓരോ വീക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും, ഇപ്പോൾ ഏകദേശം ഒരു 6 ആഴ്ചയോളം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 84 തൊട്ട് ഒരു 94-നകത്താണ് കൺസോൾട്ടേഷൻ ചെയ്യുന്നത്. അതായത് ഒരു പിങ് പോങ് പോലെ ഒരു മേലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. അതായത് ഒരു ക്ലിയർ ആയിട്ട് ഒരു പാത്തില്ലാതെ ഒരു സൈഡ് വേസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് ഞാൻ ഒരു പോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അടുത്ത് കാണാൻ വേണ്ടി പോകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളതിനെ കുറിച്ചാണ്. ഡയറക്ഷൻ നിങ്ങൾ ഈ കണ്ടോ ഒരു പോസ് വരിക എന്ന് പറയുന്നത്, ആ പോസിന് ഇമ്പോർട്ടൻ്റ് എപ്പോഴും വരിക എന്ന് പറയുന്നത് ആ പോസിന് മുന്നേ ഒരു റൈഡ് കാണും. അത് പ്രൈസ് മുകളിലോട്ട് പോകുന്ന റൈഡായിരിക്കും, അത് കഴിഞ്ഞിട്ട് പോസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൈസ് താഴോട്ട് വന്നിട്ട് അതൊന്ന് പോസ് ചെയ്യുന്നതായിരിക്കും. ആ പോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വന്ന വഴി എവിടെ നിന്നാണോ വന്നിട്ട് അത് പോസ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ വീണ്ടും യാത്ര ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ട്രിപ്പിന് പോകുന്നു, വലിയൊരു ലോങ് ആയിട്ടുള്ള ട്രിപ്പിന് പോകുന്നു. ആ ട്രിപ്പിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു പകുതി ദൂരം ചെല്ലുമ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും അല്ലേ. റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടയ്ക്കൊരു പോസാണ്, റെസ്റ്റിംഗ് പ്ലേസ് പോലെ ഒരു പോസ് വരുവാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ നോക്കും, ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബറിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത് പഴയ സൈക്കിൾ പോലെ തന്നെ ഒരു ബിയർ മാർക്കറ്റ്, അത് കഴിഞ്ഞ് 3 കൊല്ലം ബുള്ളിഷ് മാർക്കറ്റ്. 2022 ബിയർ മാർക്കറ്റായിരുന്നു നമുക്ക്, 2023 ബുള്ളിഷ് ആയിരുന്നു, 2024 ബുള്ളിഷ് ആയിരുന്നു, 2025 ബുള്ളിഷ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ബുള്ളിഷിന് പകരം നമുക്ക് ബിയറിഷാണ് വരുന്നത്. ബിറ്റ്കോയിൻ ഹിസ്റ്ററിയിൽ അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആകേണ്ട സൈക്കിൾ വൈസും ഫണ്ടമെൻ്റലിയും ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആകേണ്ട ഒരു വർഷമാണ് നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്നത്. അപ്പോൾ ഒക്ടോബർ മുതൽ നമ്മൾ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വന്ന് പോസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രിപ്പിന് പോയിട്ട് മധ്യഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും യാത്ര ചെയ്യുന്ന പോലെ തുടർന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ഏകദേശം ഈ 200 മൂവിങ് ആവറേജിൻ്റെ ഈ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നത് 200 മൂവിങ് ആവറേജ് ആണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 200 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി വീക്ക്ലി ചാർട്ടുകളിൽ. ഈ 200 മൂവിങ് ആവറേജിലേക്ക് ഈ പ്രൈസ് വന്നേക്കാം. അതായത് അവർ യാത്ര തുടർന്നു, പോസ് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടരാനാണ് എങ്കിൽ ഈ ഒരു പ്രൈസ് ഏകദേശം 200 മൂവിങ് ആവറേജോ അല്ലെങ്കിൽ അതിൽ കടന്നിട്ട് ഒരു സ്പ്ലാഷ് ആയിട്ട് താഴോട്ട് വന്നേക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ യാത്രയുടെ മധ്യയിൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യും, നമുക്ക് എനർജിക്ക് ഒന്ന് റീഫിൽ ചെയ്യാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആ റെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം കുറേ രീതിയിലുള്ള റെസ്റ്റുകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇതുപോലെ റൈഡ് മേളിൽ നിന്ന് താഴോട്ടാകാം കേട്ടോ, അല്ലെങ്കിൽ മേളോട്ട് ഈ പ്രൈസ് മൂവ് അപ്പ് ചെയ്യുകയും ചെയ്യാം, താഴോട്ട് ഈ പ്രൈസ് ഇടിയുന്നതും സെയിം പാറ്റേണുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈസ് മേളോട്ട് പോകുന്നു, ഒരു പോസ് എടുക്കുന്നു, എന്നിട്ട് വീണ്ടും തിരിച്ചു പോകുന്നു. ഓക്കെ, അത് ഒന്നാമത്തെ രീതിയിൽ ഈ ഒരു ചെറിയൊരു പോസ് കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അവിടെ റൈഡ് തിരിച്ചു പോകുന്നു. അടുത്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് മേലോട്ട് വരുന്നു, എന്നിട്ട് ചെറിയൊരു പുൾ ബാക്കിലേക്ക് വരുന്നു, പ്രൈസ് കുറച്ച് താഴോട്ട് വരുന്നു, എന്നിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റൈഡ് ചെയ്യുന്നു, എന്നിട്ട് അത് കുറേ നാളത്തേക്ക് സൈഡ് വേസിലേക്ക് പോകുന്നു. ഈ പറഞ്ഞ പോലെ സൈഡ് വേസിലേക്ക് പോകുന്നു, എന്നിട്ട് ഒരു അപ്പ് സൈഡിലേക്ക് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് 1, 2, 3 ഇതുപോലെ കുറേ രീതിയിലുള്ള പോസുകളുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഈ പോസ് എന്നുള്ളത് നമുക്ക് ഇതുവരെയും തിരിച്ചറിയാൻ ഒക്കില്ല. അപ്പോൾ ഇതുവരെ നമുക്ക് ഒന്നാമത്തതാണെന്ന് സങ്കല്പിക്കാം. അതായത് ഈ ഒരു പ്രൈസ് താഴോട്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്നാമത്തതാണ് സങ്കല്പിക്കാം. ഈ രണ്ട് എന്ന് പറയുന്നത് ഇതൊന്ന് തിരിച്ചു പോയിട്ട് തിരിച്ച് കയറി വരണം, ഇത് 2 ആകും. 3 എന്ന് പറയുന്നത് സങ്കല്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ലപോലെ സൈഡ് വേസ് പോയിട്ട്, അതായത് ഈ വന്ന താഴ്ചയുടെ ഏകദേശം പോലെ തന്നെ സൈഡ് വേസ് പോയിട്ട് വീണ്ടും പോകുക. ഇതാണ് മൂന്നാമത്തെ രീതിയിൽ. ഇതിലേതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല, നമ്മളത് കണ്ടിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് ബേസിൽ ഇതൊരു ബീറിഷായിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ പറഞ്ഞു, ഒരു യാത്രയുടെ മധ്യേ റെസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് വീണ്ടും
ആ യാത്രയുടെ ഡയറക്ഷനിൽ തന്നെ പോകുക. കൂടുതൽ ടൈമും അതാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളെല്ലാം ഭയങ്കര ബീറിഷായിട്ട് ഇവിടെ കാണപ്പെടും. അതായത് ഈ പോസ് അടുത്ത പോകുന്ന യാത്രക്കുള്ള തയ്യാറെടുപ്പുകളാകാം എന്ന് കണക്കാക്കപ്പെടും. അത് ഞാൻ പഠിച്ചതനുസരിച്ച്, എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചും അത് തന്നെയാണ് കൂടുതൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അല്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ 3 പോസുകളെക്കുറിച്ച് നിങ്ങളോട് ഞാനത് പറഞ്ഞു. ഇനി ആ കുറേ പോസുകൾ, അങ്ങനെയുള്ള കുറേ പോസുകൾ നമുക്കിവിടെ കാണാൻ നോക്കും നമ്മുടെ ഈ ചാർട്ടുകളിൽ. ഒന്നാമത്തെ പോസ് നമുക്കിവിടെ കാണാൻ നോക്കുന്നത് ഈ കാണുന്ന ഉണ്ടോ, ഇവിടുന്ന് ഒരു റൈഡ് പോകുന്നു. ഈ റൈഡ് പോയിട്ട് ആൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് വീണ്ടും പോകുന്നു. ഇതൊരു ഒന്നാമത്തെ ടൈപ്പാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒന്നാമത്തെ ടൈപ്പാണെന്ന് അറിയാൻ എപ്പോഴാണ് സാധിക്കുന്നത്? നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ഇത്രയും സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായി ഇവൻ ഇത്രയും, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു റൈഡ് പോയിട്ട് ഒരു ദൂരയാത്ര പോയിട്ട് നമ്മളൊരു പകുതിക്കൊക്കെ എത്തുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി പകുതിയും കൂടെ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭൂരിഭാഗം സമയങ്ങളിലും, എപ്പോഴും ഇല്ല, 100% എന്നാലും ഒരു 10, 6, 7 ടൈമുകളിലൊക്കെ ഈ യാത്ര എത്രയാണോ നടത്തിയത് അത്ര തന്നെ ഈ യാത്ര നടത്താറുണ്ട് പൊതുവെ. അല്ലെങ്കിൽ അതിൽ കൂടുതൽ രണ്ടാമത്തെ യാത്ര പോകാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ ഒരു പോസ് ഈ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ നോക്കും. രണ്ടാമത്തെ പോസ് നമുക്കിവിടെ, നമ്മൾ മൂന്നാമത് പറഞ്ഞ സംഭവം ഇവിടെ കാണാൻ നോക്കും. ഈ ഒരു യാത്ര വരുന്നു, ഇവിടെ ഒരു യാത്ര പോകുന്നു, എന്നിട്ട് ഒത്തിരി നേരം സൈഡ് വേസിലേക്ക് പോയിട്ട് വീണ്ടും യാത്ര ദൂരം കണ്ടോ? ഈ സൈഡ് വേസ് ഒത്തിരി നേരം സഞ്ചരിക്കുന്നു കണ്ടോ? അപ്പോൾ ഓക്കെ, ഇത് മൂന്നാമത്തത്. നമ്മൾ രണ്ടാമത്തത് പറയാം. അതായത് പുൾ ബാക്ക് നമ്മൾ പറഞ്ഞല്ലോ. പുൾ ബാക്കിനെ കുറിച്ച് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോട്ടെ. ഓക്കെ, ഇത് രണ്ടാമത്തെ ടൈപ്പാണിത്. ഇത് യാത്ര തുടരുന്നു, എന്നിട്ട് ചെറിയൊരു ഉൾവലിയുന്നു, താഴോട്ട് ഉൾവലിഞ്ഞിട്ട് വീണ്ടും യാത്ര ചെയ്യുന്നു. ഓക്കെ, ഈ 3 പാറ്റേണുകളും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ ബുൾ മാർക്കറ്റിൽ 3 യാത്രകളും കണ്ടു കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഈ 3 യാത്രകളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചോ? ഇതേ പോസാണ്. അതായത് ഒരു റൈഡ് കഴിയുന്നു, ശക്തമായിട്ടുള്ള റൈഡ് കഴിഞ്ഞു, ഒരു പോസ് വരുന്നു, എന്നിട്ട് യാത്ര തുടരുന്നു. ഇവിടെ കണ്ടല്ലേ, താഴോട്ട് ശക്തമായിട്ടൊരു ഡ്രോപ്പ് വരുന്നു, സൈഡ് വേസ് പോസ് ചെയ്യുന്നു. അടുത്ത യാത്ര എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അത് ശക്തമായിരിക്കും. രണ്ടാമത്തെ യാത്ര തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പവർഫുള്ളായിരിക്കും താഴോട്ട്. ആ രണ്ടാമത്തെ ഒരു പോസ് കഴിഞ്ഞ്, അതായത് നമ്മുടെ ഒരു യാത്ര കഴിഞ്ഞു, റെസ്റ്റ് എടുത്ത് എനർജി കഴിഞ്ഞാൽ അടുത്ത് പോകുന്ന യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായിട്ടായിരിക്കും പോകുന്നത്. ഏത് ഡയറക്ഷനിൽ നിന്നാണോ വന്നത് അങ്ങോട്ട് ഭയങ്കര ശക്തിയായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ പോസ് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാനൊക്കെ കണ്ടോ, ഒത്തിരി ഒരു വീക്കിലി കൺസോൾട്ടേഷൻ നടക്കുന്നു. തിരിച്ച് അതേപോലെ തന്നെ അത്രയും ദൂരം, ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്രയും ദൂരം തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതലോ പോകാം, മനസ്സിലാവുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരമൊക്കെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 200 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരും. അതിൽ കൂടുതലാണ് മിക്ക സമയങ്ങളിലും സഞ്ചരിക്കാറുള്ളത്. അതായത് ഈ വന്ന ദൂരത്തിനേക്കാളും കൂടുതലായിരിക്കും പോസ് കഴിഞ്ഞുള്ള സഞ്ചാരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 50 to 50K റേഞ്ചിലേക്ക് വരും. അതൊന്ന് ഞാൻ ഈ പറഞ്ഞതെല്ലാം ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഈ ഡ്രോപ്പ് വന്നു കഴിഞ്ഞ ഒരു പോസ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ട് ഇനിയൊരു തുടരെ ഒരു അടുത്തൊരു ഇതേപോലെ യാത്ര കണ്ടേക്കാം ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട്. ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ നിങ്ങളോട് ഉദാഹരണം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഒന്നാമത്തേതാകാം. എങ്ങനെ എപ്പോൾ അറിയാനൊക്കെ ഒന്നാമത്തേതാണെന്ന്? ഈ ഒരു പുൾ ബാക്ക്, ഈ ഒരു 2 ബാർ സ്ട്രോങ് ആയിട്ടുള്ള റൈഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് ഒന്നാമത്തെ രീതിയിലുള്ള പോസാണ്. ഇനി അടുത്ത ഇതേപോലുള്ള ഒരു ലോങ് റൈഡ് നമുക്കിവിടെ കണ്ടേക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒന്നും നമുക്ക് പറയാൻ ഒക്കുകയില്ല. കാരണം ഇനി ഇതുപോലെ ഒരു ലെറ്റ് മീ ടേക്ക് ദ ബ്രഷ്. ഓക്കെ, ഇനി ഇവിടെ ഇതേപോലെ ഒരു റൈഡ് താഴോട്ട് തുടങ്ങുമ്പോഴേ ഇവിടെ വെച്ചേ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു പോസാണ്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്ത് സംഭവിച്ചേക്കാം? ഞാൻ പറഞ്ഞു ഇനി ഇതുപോലെ താഴോട്ട് വന്നേക്കാം. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള പോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് നമ്മുടെ ലാസ്റ്റ് ബിയർ മാർക്കറ്റ് തുടങ്ങിയ സമയം 2021 ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ ഒക്ടോബറിൽ നമ്മളത് തുടങ്ങുന്നു. ഇത് താഴോട്ട് ഇങ്ങനെ വരുന്നു, ഇവിടെ പോസ് വരുന്നു. ശ്രദ്ധിച്ചോ, നമ്മളിവിടെ പോസ് വരുന്നു, ഒന്നാമത്തെ രീതിയിൽ പോസ് കാണിക്കുന്നു. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചത്? പെട്ടെന്ന് ഒരു 2 ബാർ മുകളിലേക്ക് അകത്തോട്ട് ഒരു പുൾ ബാക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എത്ര രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഒന്ന് ചെറിയൊന്ന് വന്നിട്ട് വീണ്ടും പോകുന്നു, ഒന്ന് അടുത്ത രണ്ടാമത്തത് ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നു, മൂന്നാമത്തത് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു പുൾ ബാക്ക് തിരിച്ച് വന്നിട്ട് അടുത്ത ഡയറക്ഷനിലേക്ക് പോകുന്നു. കണ്ടോ, അടുത്ത ഇത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ ബിയർ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ഇതുവരെ പുൾ ബാക്ക് വന്നിട്ട് നമ്മുടെ ഈ ബാൻഡിൻ്റെ മുകളിലോട്ട് കയറുന്നു. പക്ഷേ അതൊന്നും വീണ്ടും അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒക്കുന്നില്ല. ആ ബാൻഡിൽ യൂഷ്വലി ഈ ബാൻഡ് ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഹ്യൂജ് റെസിസ്റ്റൻസ് ആണ്.
അപ്പോൾ അത് വീണ്ടും തിരിച്ചു വരുന്നു. കണ്ടില്ലേ? അവിടെ ഇത് നമുക്ക് വീണ്ടും ഇവിടെ ആവർത്തിച്ചേക്കാം. മനസ്സിലാവുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കിവിടെ വീണ്ടും ആവർത്തിച്ചേക്കാം. എങ്ങനെ? ഇതേപോലെ വന്നിട്ട് ഈ പ്രൈസ് തിരിച്ച് ശക്തമായിട്ട് കയറിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നമ്മൾ ഇവിടെ കണ്ടേ തിരിച്ചു പോയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ബാൻഡിൽ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകാൻ ശ്രമിച്ചിട്ട് ഒരു ബുള്ളിഷ് സിഗ്നൽ തന്നിട്ട് ഒരു ട്രാപ്പായിട്ട് മാറിയിട്ട് വീണ്ടും താഴോട്ട് പോകാം. വേറെ മനസ്സിലായോ? ആ ട്രാപ്പ് ഈ പറയുന്ന ഈ രീതിയിലേക്ക് പോകാം. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, എൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് ഈ 3 രീതിയിലുള്ള പോസുകളിൽ ഏത് വേണമെങ്കിലും ഇനി വന്നേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഏത് ഉദാഹരണമാണ്? അടുത്ത 3ാമത്തെ രീതിയിൽ ഏതാണ് അല്ലേ? ഈ പറയുന്ന താഴോട്ട് വന്നിട്ട് കുറേ ദൂരം സൈഡിൽ പോയിട്ട് താഴോട്ട് വന്നേക്കാം. ഇത് 3 വന്നേക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഈ രീതിയിലുള്ള 3 അതിൽ കൂടുതലോ അത്രയും ഡീപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതാണ് സർവ്വസാധാരണമായി കണ്ടുവരുന്ന പോസുകൾ. അതായത് ഇതേപോലെ ശക്തമായിട്ടുള്ള ഡ്രോപ്പ് വന്നു കഴിഞ്ഞ് പിന്നീട് തുടർച്ചയായിട്ട് പോകുന്ന പാറ്റേണുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ 3 ഈ രീതിയിൽ വന്നേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം ഒരു ഉത്തരമില്ല ഈ 3-ൽ ഏത് ഇവിടെ സംഭവിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വട്ടത്തെ ഒരു പാറ്റേൺ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെട്ടെന്നൊരു പുൾ ബാക്ക്, അത് എല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് പെട്ടെന്നൊരു പവർഫുൾ ആയിട്ടുള്ളൊരു അപ്സൈഡ് മൂവ് കണ്ടിട്ട് നമ്മുടെ ബാൻഡ് എപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. ഇതൊരു ബിയറിഷ് ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ബിയറിഷ് ആണ്, ഡൗൺ ട്രെൻഡാണ്. അതിനെ ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പോകാൻ ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ബാൻഡിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻഡിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അപ് ട്രെൻഡ് ഇവിടെ കാണാൻ നോക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് കളറിലെ ബാൻഡ് കളർ ചേഞ്ച് ചെയ്യുന്നു. അത് ഈ ബാർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പവർഫുൾ ബാർ നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടിയാലേ നമുക്കതൊരു അപ് ട്രെൻഡായിട്ട് കൺഫേം ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അത് മുകളിലോട്ട് തരാതെ താഴോട്ട് തന്നെ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലൊരു പുൾ ബാക്ക് ഇനി വന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ അടുത്ത 2 ആഴ്ച ഇതുപോലെ നല്ല ശക്തമായിട്ടുള്ള പുൾ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഏകദേശം 104, 105 വന്നിട്ട് വീണ്ടും ഒരു ട്രാപ്പായിട്ട് വീണ്ടും താഴോട്ട് പോയേക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഇതൊരു ബിയറിഷാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കാം. അതായത് ഞാൻ പറഞ്ഞു ഇത് ഭൂരിഭാഗം സമയവും ഇതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ പോകാം. ഭൂരിഭാഗം സമയം ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 10 തവണ ഇതുപോലെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 തവണയും ഇതേ ഡയറക്ഷനിൽ പോകാം. 1-2 തവണ നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു പോകാം. അതായത് ഈ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ ഒന്നും 100% ഉറപ്പില്ല. ഒരു പ്രോബബിലിറ്റി ഗെയിമാണ് ഇതെല്ലാം. അപ്പോൾ എന്തുകൊണ്ട് ഇത് തിരിച്ചു പോയേക്കാം എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ ഈ ഒരു പാറ്റേൺ കണ്ടില്ലേ, ശക്തമായിട്ട് വന്നിട്ട് ഒരു പോസ് നടത്തിയിട്ട് തിരിച്ചു പോകുന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാവരും കരുതി താഴോട്ട് പോകുന്നുള്ള കാര്യം. അതായത് നമ്മുടെ ബാൻഡ് വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബാർ നമുക്ക് മുകളിൽ തരുന്നു, എന്നിട്ട് അത് ആ ബാൻഡിൽ തിരിച്ചു വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും പോകുന്നു. ഇത് ഇവിടെ സംഭവിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിവിടെ സംഭവിച്ചേക്കാം. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് ഭൂരിഭാഗം ഇത് താഴോട്ട് വീഴാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ അപ്സൈഡ് സംഭവിച്ചേക്കാം. അപ്സൈഡ് സംഭവിക്കാമെന്ന് പറയുന്നതിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 പോലല്ല ബിറ്റ്കോയിൻ ഇപ്പോൾ. അതുമാത്രമല്ല, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഈ സൈക്കിൾ കാണുന്നു. 2025 ഹ്യൂജ് ആയിട്ടുള്ള ബുള്ളിഷ് ഇയറാണ് നമ്മൾ പറയുന്നു. എന്തുകൊണ്ട്? ഈ സൈക്കിൾ പൊതുവേ 2025 അവസാനത്തെ വർഷം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഇയറാണ്. അതുകൂടാതെ നമ്മൾ സൂപ്പർ ബുള്ളിഷ് ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഭരണകൂടം കയറിയതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ അവിടെ മുന്നോട്ടെടുക്കുന്നു. ബിറ്റ്കോയിൻ കൂടുതൽ ലീഗലൈസ് ആയിട്ട് മാറുന്നു. മറ്റ് പല രാജ്യങ്ങളുടെ കണ്ണുകളിൽ ബിറ്റ്കോയിൻ സ്വർണ്ണത്തെ പോലെ അല്ലെങ്കിൽ സ്വർണ്ണത്തേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അസറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് വശങ്ങൾ ഈ ഒരു കൊല്ലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സൂപ്പർ ബുള്ളിഷായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെവിടെയോ അങ്ങ് ഒരു രീതിയിൽ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ടായിരുന്നു, ബ്ലാക്ക് റോക്ക് ബിറ്റ്കോയിനിൽ കയറുന്നത് അറൗണ്ട് 70 ആ രീതിയിലാണ് ബ്ലാക്ക് റോക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് റോക്കിനെ പോലെ താപ്പാനുകളായിട്ടുള്ള JP മോർഗൻ അല്ലെങ്കിൽ ഫെഡിലിറ്റി അല്ലെങ്കിൽ ഇനിയുള്ള ഹ്യൂജ് ആയിട്ടുള്ള ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇപ്പോഴാണ് അപ്രൂവൽ കിട്ടി, ഗവൺമെൻറ്റിൽ ബേസ് ചെയ്ത് അപ്രൂവൽ കിട്ടി ബിറ്റ്കോയിനിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്നാൽ അവർക്ക് ഈ ബ്ലാക്ക് റോക്കിനെ പോലെ അക്യുമുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ 100K എബോവ് അക്യുമുലേഷൻ ചെയ്യുമോ? ഇല്ല, അവരൊരിക്കലും ചെയ്യത്തില്ല. അവർക്ക് 10-200 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു അസറ്റിനെ മാനിപ്പുലേഷൻ ചെയ്തിട്ട്, പ്രൈസ് ബേസ് മാനിപ്പുലേഷൻ ചെയ്ത് അധികം ഗ്രോ കൊടുക്കാതെ അതിൻ്റെ താഴെയാക്കി അക്യുമുലേഷൻ പൂർത്തിയാക്കിയിട്ട്
ബാക്കി അതിനെ അഴിച്ചു വിടുക, അതിനെ കൺട്രോളിൽ വരുത്തിയിട്ട് അവർക്ക് എന്തുമാത്രം അക്യുമുലേഷൻ ചെയ്യണോ അത് അക്യുമുലേഷൻ ചെയ്യാനുള്ള പരിപാടികളെല്ലാം അവർക്ക് ഇത്രയും വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ പയറ്റിയ ടീമുകളാണ് ഇനി ബിറ്റ്കോയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തുപോയാലും 100,000 താഴെ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യണം. അതുമാകാം, കാരണം ലീഗലായിട്ട് എല്ലാം ക്ലിയർ ചെയ്തു, ബിറ്റ്കോയിൻ്റെ ഇനിയുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളെല്ലാം ഫുള്ളി ക്ലിയർ ഔട്ട് ചെയ്യുന്നു. ഇനി വേണ്ടത് അക്യുമുലേഷനാണ്. അതാണ് ചിലപ്പോൾ ഒരു പോസായിട്ട് 2025 കണ്ടതായേക്കാം. അപ്പോൾ 2025 എന്ന് പറയുന്നത് പാൻഡമിക്കിന് ശേഷം 21, 22, 23, 24 എന്നൊക്കെ പറയുന്നത് ഒരു ടൈറ്റനിങ് സ്റ്റേറ്റാണ്. അതായത് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്ന പൈസ വളരെ കുറവായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, അപ്പോൾ ആളുകൾക്ക് കടമെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 2026 2027 ഒക്കെ അങ്ങോട്ട് അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പം നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടുന്നില്ല എന്ത് സംഭവിച്ചേക്കാം. ഇനി കൂടുതൽ കട്ട്സ്, ഇൻട്രസ്റ്റിനകത്ത് കട്ട് 2026 വരുമോ ഇല്ലയോ എന്നൊക്കെ ഇനി കൂടുതൽ ചർച്ചകൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പോസിറ്റീവായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പോസിറ്റീവ് ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന 2021 ഫസ്റ്റ് ഒരു ബീർ ഷോട്ട് കാണിച്ചിട്ട് തിരിച്ച് കയറിയ രീതിയിൽ തിരിച്ചു കയറുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 127 എബോ പോയേക്കാം, എബോ മേ ബി 180, 200 പോയേക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ഈ പറഞ്ഞ പോലെ തിരിച്ചു കയറാൻ സാധ്യത ഉണ്ട്. 10 1 2 ചാൻസസ് ഉണ്ട് തിരിച്ചു കയറാനുള്ളത്. കാരണം ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കുക ഈ ബിറ്റ്കോയിൻ ഈ പറയുന്ന 105ലേക്ക് അതിശക്തമായിട്ട് വരുമ്പോൾ നിങ്ങൾ കാണുക. കാരണം നേരത്തെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ബിയർ മാർക്കറ്റ് തുടങ്ങി തിരിച്ചു കയറുന്നു, അതുപോലെ തന്നെ ട്രാപ്പായിട്ട് മാറി തിരിച്ചു കയറി വരുന്നുണ്ട്. അതുപോലെ വന്നേക്കാം ഇവിടെ. മനസ്സിലായോ? പിന്നെ ഈ ബാൻഡിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി അടുത്തൊരു നല്ലൊരു ഒരു ബാറും കൂടെ മുകളിലോട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷനായി ഓക്കെ ഇത് ലോങ് ട്രെൻഡാണ്, ഇത് ട്രാപ്പായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്ത് സംഭവിക്കാം, ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ വരുന്ന പ്രൈസ് ആക്ഷനെ സംബന്ധിച്ചെടുത്തിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ലോകത്തെ എല്ലാ അനലിസ്റ്റുകളും ഇത് വളരെ വ്യക്തമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ടൈമാണ്. ഇവിടെ ഏത് ഡയറക്ഷന് പോകും, ഇനിയിപ്പം നേരെ താഴോട്ടിങ്ങ് ഒരു ഫ്ലോയിലിങ് പോവാം, അല്ലെങ്കിൽ മുകളിലോട്ട് കയറിയിട്ട് ഒരു ബുള്ളിഷിലേക്ക് കയറുവാണെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തിരിച്ച് ശക്തമായിട്ട് വരുവാണോ, അല്ലെങ്കിൽ സൈഡ് വേസിലേക്ക് കുറേ ദൂരം പോയിട്ട് പിന്നീട് താഴ്ത്തു പോവുകയാണോ, അല്ല ഇത് മൂന്നുമല്ല നേരെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് നേരെ ഒരു ന്യൂ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോകുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ന്യൂ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോകുമോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഫണ്ടമെൻ്റൽ ഓക്കെയാണ്, ചാൻസസ് ഉണ്ട്. വേറൊരു കാര്യം കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ റെയിൻബോ ചാർട്ട് മാത്രമല്ല, ഓൺ ചെയിൻ അനാലിസിസിൽ മിക്ക ഓൺ ചെയിൻ ഡേറ്റകളും ഈ വട്ടം ബുള്ളിഷ്നെസ്, അല്ലെങ്കിൽ ഈ 23, 24, 25 ഒന്നും കഴിഞ്ഞ സൈക്കിളിലെ പോലെ വേണ്ടത്ര ഒരു ബുള്ളിഷ് ഒരു പ്രൈസ് ആക്ഷൻ നടന്നിട്ടില്ല എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കാണുന്ന ബ്ലൂ എന്ന് പറയുന്നത് പ്രൈസ് ഈ കാണുന്ന ബ്ലൂവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഹ്യൂജ് ആയിട്ടുള്ള വാല്യൂ ബിറ്റ്കോയിൻ ഉണ്ട്, നിങ്ങൾ മേടിക്കണം, ഫയർ സെയിൽ എന്നാണ് പറയുന്നത്. അത് ഈ കാണുന്ന ബ്ലൂ, ഇത് റെയിൻബോ ആയിട്ടാണ്, ഇതിനാണ് റെയിൻബോ ചാർട്ട് എന്ന് വിളിക്കുന്നത്. റെയിൻബോ ചാർട്ട് എന്ന് വിളിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി, റെയിൻബോ പോലെ പല പല കളറുകൾ ഈ ഒരു ചാർട്ടിനകത്തുണ്ട്. അപ്പോൾ ഈ പ്രൈസ് ഈ ബ്ലൂ ലൈനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഫയർ സെയിലാണ്, സോ ചീപ്പാണ് പ്രൈസ്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കണ്ണുമടച്ച് വാങ്ങിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് തൊട്ട് മുകളിലുള്ള കളർ ഏകദേശം ഒരു ലൈറ്റ് ബ്ലൂവിലേക്ക് വരുന്നു, അതിവിടെ കൊടുത്തേക്കുന്ന ബൈ, അതായത് നിങ്ങൾ ബൈ ചെയ്യുക, ഇറ്റ്സ് എ ഗുഡ് റേറ്റ്. അതിന് മുകളിലേക്ക് ഒരു ഗ്രീനിലേക്ക് വരുന്നു, അത് മൂന്നാമത്തെ ഒരു ലൈൻ, അതിൻ്റെ അർത്ഥം അക്യുമുലേഷൻ ചെയ്യുക, ഇറ്റ്സ് ഗുഡ് ടു അക്യുമുലേറ്റ്. പിന്നെ കുറച്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ചീപ്പ്, ഇതാണ് ഈ താഴെ നിന്ന് മുകളിലോട്ട് ഞാൻ ഈ മൗസ് പോയിന്റർ കാണിക്കുന്ന കളറാണ് ലൈറ്റ് ഗ്രീൻ, അതായത് സ്റ്റിൽ ചീപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വട്ടത്തെ ബുൾ മാർക്കറ്റ് 2023, 24, 25 ഒന്നും ഈ പറയുന്ന സ്റ്റിൽ ചീപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? അതിൽ പോലും സ്റ്റിൽ ചീപ്പ് എന്ന് പറയുന്നതിൽ പോലും ഒന്ന് ടച്ച് ചെയ്യുന്നതായിട്ടേ ഉള്ളൂ. ഒരു ഫോമോയോ അല്ലെങ്കിൽ അത്ര ഹ്യൂജ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻ്റ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഹോഡിൽ എന്ന് പറയുന്നതിലേക്ക് ഈ ബബിള്, ഈ പറയുന്ന ബാക്കി എല്ലാ സൈക്കിളുകളും ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഫോമോയിലേക്കും നമുക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം ഈ പറയുന്ന അക്യുമുലേഷനോ സ്റ്റിൽ ചീപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും നിൽക്കുന്നിടത്തു നിന്ന് വീണ്ടും ഒരു അതിശക്തമായിട്ടുള്ള നമ്മൾ ഈ കണ്ട കഴിഞ്ഞ 4 വർഷത്തിന് മുന്നേ കണ്ട ഒരു ബീറിഷ് മാർക്കറ്റിലേക്ക് അതിശക്തമായിട്ട് വീണ്ടും പോകുക എന്ന് പറയുമ്പോൾ ലോജിക്കലി വെച്ച് നോക്കുമ്പോൾ, കാരണം ബിറ്റ്കോയിൻ അത്രയും പ്രൈസ് മൂവ്മെൻറ്റോ അങ്ങനെ തന്നിട്ടില്ല,
ആ പ്രൈസ് മൂവ്മെൻ്റ് ഒന്നും തരാതെ വീണ്ടും അതിശക്തമായിട്ട് അടുത്തൊരു 60-70% ഡ്രോപ്പിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിളാണ്. പക്ഷേ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല, പഴയത് 2024 അല്ലെങ്കിൽ ഈ 2021 ബിയർ മാർക്കറ്റിൽ പോയ ഒരു ഫൗണ്ടേഷൻ അല്ല ഇപ്പോൾ ബിറ്റ് കോയിൻ ഉള്ളത്. കൂടുതൽ ആളുകൾക്ക് അറിവായി, കൂടുതൽ രാജ്യങ്ങൾ വരുന്നു, പുതിയ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. $80 മേടിച്ചിട്ട് 80,000 വിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 80,000 മേടിക്കാൻ വരുന്നത് ന്യൂ ബയേഴ്സാണ്. ഈ ന്യൂ ബയേഴ്സ് 80,000 മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 80,000 200K പോകുമ്പോൾ വിൽക്കുന്ന ക്യാരക്ടറുള്ള ഒരു ബയേഴ്സ് അല്ല ഇപ്പോൾ ഉള്ളത്. യൂഷ്വലി ദേ വിൽ ഹോൾഡ് ഫോർ 15-20 years. യൂഷ്വലി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇതുപോലുള്ള ഹാർഡ് അസറ്റുകൾ കിട്ടുമ്പോൾ അവരത് ലെവറേജ് എടുത്തിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അവർക്ക് മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക എന്നുള്ളതല്ല, ഈ മുട്ടയിടുന്ന താറാവിനെ കൊണ്ട് എങ്ങനെ കൂടുതൽ ക്യാഷ് ഫ്ലോ വരുത്തിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂട്ടാൻ്റെ കേസ് എടുക്കാം. ഭൂട്ടാൻ ബിറ്റ് കോയിൻ മൈനിങ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ബിറ്റ് കോയിൻ ഭൂട്ടാൻ്റെ കയ്യിലുണ്ട്. ഭൂട്ടാനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ആ പൈസ കിട്ടാൻ വേണ്ടി ആ ബിറ്റ് കോയിൻ വിൽക്കുകയല്ല ചെയ്യുന്നത്, അതിനെ ലെവറേജ് എടുത്തിട്ട് ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ $80 മേടിച്ചിട്ട് 80,000 വിൽക്കുന്ന ആ പ്രോഫിറ്റ് ടേക്കിംഗ് എടുക്കുന്ന ക്യാരക്ടറുള്ള ആളുകളല്ല ഇപ്പോൾ പുതിയ വരുന്നത്. ആ 80,000 മേടിക്കുമ്പോൾ ആ 80,000 മേടിക്കുന്നതാരാ എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായോ? അപ്പോൾ 80,000 മേടിക്കാനും ആളുകളുണ്ട്, ആ മേടിക്കുന്ന ആളുകളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ വെച്ചിട്ടും ഈ പറയുന്ന കഴിഞ്ഞ ബുള്ളിഷ് എന്ന് പറയുന്ന സമയത്തെ പ്രൈസ് ആക്ഷനൊക്കെ യാതൊരാളുകൾക്കും ഫോമോയോ അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള റൈഡൊന്നും കാഴ്ചവെക്കാതെ കഴിഞ്ഞ ബിയർ മാർക്കറ്റിലെ പോലെ 60-70% പോവുക എന്ന് പറയുന്നത് നോക്കുമ്പോഴും, ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോഴും സംഭവിക്കുന്നില്ല. സംഭവിച്ചേക്കാം, ഉറപ്പായിട്ട് ഒരാൾക്കും സംഭവിക്കത്തില്ല എന്ന് പറയാനൊക്കത്, സംഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ സംഭവിക്കാതിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഞാൻ ഈ പ്രൈസ് ഇവിടുന്ന് തിരിച്ചു കയറും എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ബുള്ളിഷ് വർഷങ്ങളിലെ പോലെ ബുള്ളിഷ് പോലെ നമുക്ക് ഈ 2-3 കൊല്ലവും ബിറ്റ് കോയിൻ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബിയറിഷിലേക്ക് പോകാതെ തിരിച്ചു കയറാനുള്ള സാധ്യത മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഈ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഇതുപോലെ കാണിച്ചിട്ട് തിരിച്ചു കയറിയിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ട്. ഇതേപോലെ തന്നെ അത് ശക്തമായിട്ട് തിരിച്ചു കയറിയ ചരിത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി ഈ തിരിച്ചു കയറുന്ന പ്രൈസിനെ നമുക്ക് എപ്പോൾ വിശ്വസിക്കാം, അതായത് തിരിച്ച് ഈ പ്രൈസ് മേളോട്ട് തന്നെ തിരിച്ചു കയറുമ്പോൾ നമുക്ക് ഈ പ്രൈസിനെ എങ്ങനെ വിശ്വസിക്കാം എന്നുള്ളത് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ബാൻഡ് കണ്ടില്ലേ, ഈ ട്രെൻഡ് ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു പ്രൈസ് തിരിച്ചു കയറുമ്പോൾ ഈ ഒരു ബാൻഡിൻ്റെ മുകളിലെത്തുമ്പോൾ ഇതേപോലെ തന്നെ ഈ ബാൻഡിൻ്റെ മുകളിലെത്തിയപ്പോൾ ഈ ബാൻഡിൻ്റെ കളർ മാറാൻ തുടങ്ങി. ഈ ഓറഞ്ച് കളർ എന്ന് പറയുന്നത് അപ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. ഈ ബാൻഡിൻ്റെ കളർ ഈ ഗ്രീനിഷിലേക്ക് മാറുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ഒരു ബിയറിഷിലേക്ക് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ബിയറിഷ് ആയിരുന്ന ഈ ഒരു സംഭവം പെട്ടെന്ന് ബുള്ളിഷിലേക്ക് മാറിയിട്ട് ഈ ഒരു ബാറോടെ ബുള്ളിഷിലേക്ക് മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ബാർ വന്നെന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ, ഒരു ഇനിഷ്യൽ കൺഫർമേഷൻ നമുക്ക് തരുന്നില്ല. ഇനിഷ്യൽ കൺഫർമേഷൻ തരുന്നത് ഈ ഒരു ബാർ, അതായത് ഈ ഒരു ക്ലൗഡിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്ന് നിൽക്കുന്ന ഈ ബാറിൻ്റെ മുകളിലായിട്ടൊരു സോൾഡ് ബാർ വീണ്ടും കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ബാൻഡിൻ്റെ മുകളിലെത്തി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു സോൾഡ് ആയിട്ടുള്ള ബാർ നമുക്ക് കിട്ടുമ്പോൾ, ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ ആണെങ്കിൽ നമുക്ക് വിചാരിക്കാം ഓക്കെ ഇതൊരു ട്രാപ്പല്ല, ഒരു ഇനിഷ്യൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കെ. ഇതേ പറയുന്ന പോലെ ഇത് ക്രാക്ക് ചെയ്യുന്നു, ഇവിടെ മുതൽ ബാൻഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നു, അതിന് മുകളിലായിട്ട് സോൾഡ് ആയിട്ടുള്ളൊരു വീണ്ടും സോൾഡ് ആയിട്ടുള്ള ഓറഞ്ച്. അത് ഈ ഓറഞ്ച് ബാർ എന്ന് പറയുന്നത് പ്രൈസ് മൂവ് അപ്പ് ചെയ്യുന്നതായിട്ടാണ്. ഈ ഗ്രീൻ ബാർ എന്ന് പറയുന്നത് ഈ ബാൻഡിൻ്റെ കളർ പോലെ തന്നെ ഈ ഗ്രീൻ ബാർ എന്ന് പറയുന്നത് പ്രൈസ് താഴോട്ട് വീഴുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ തിരിച്ച് ബ്രേക്ക് ചെയ്യുന്നു, കളർ ചേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്ട്രോങ് ബാർ കിട്ടുന്നുണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, അതിന് മുകളിലായിട്ട് സ്ട്രോങ് ബാർ കിട്ടുന്നുണ്ട്. പിന്നീട് പുൾ ബാക്ക് എല്ലാം ആ സ്ട്രോങ് ബാർ കിട്ടിക്കഴിഞ്ഞ് പ്രൈസ് മൂവ് അപ്പ് ചെയ്ത് പിന്നീട് പുൾ ബാക്ക് വരുന്നത് ഈ ഒരു ബാൻഡിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് മേലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ബാർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇത് നേരത്തെ പോലെ ഈ കണ്ട ഒരു ട്രാപ്പ് സോൺ അല്ലാതെ വരുമെന്ന് നമുക്ക് ആരുടെ സമയത്ത് വിശ്വസിക്കാം. ഈ പറഞ്ഞാൽ ഇതിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ ഒരു ബാറിൻ്റെ മുകളിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ പവർഫുൾ ആണെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഓക്കെ, ഇത് കണ്ടല്ലേ, ഈ ഒരു ബാർ വരുന്നു, കളർ ചേഞ്ച് ചെയ്യുന്നു, മുകളിലേക്ക് ഒരു ബാർ വരുന്നു, നമുക്ക് ഒരു ഏകദേശം കൺഫർമേഷൻ വരുന്നു, മേലോട്ട് പോകുന്നു, പുൾ ബാക്ക് വരുമ്പോൾ ഈ ഒരു ബാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. കണ്ടല്ലേ, അതേപോലെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വിശ്വസിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ
കിട്ടിയതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ക്ലബ്ബിലെ മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് വീക്ക്ലി ചാർട്ടിൽ 200 മൂവിങ് ആവറേജിൻ്റെ പ്രാധാന്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് 200 മൂവിങ് ആവറേജിൽ എപ്പോൾ വന്നെന്ന് പറഞ്ഞാലും അത് ലൈഫിൽ വളരെ അപൂർവം നടക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി തന്നെ പറയാം. ആ ഒരു പ്രൈസ് റേഞ്ച് അക്യുമുലേഷൻ ചെയ്യണം അറ്റ് എനി കോസ്റ്റ്. കാരണം ആ വരുന്ന പ്രൈസ് പിന്നീട് നമ്മുടെ ഹിസ്റ്ററിയിൽ, ബിറ്റ്കോയിൻ ഹിസ്റ്ററിയിൽ വന്നിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ കാണാൻ നോക്കും, ഇതേ പ്രൈസ് 200 മൂവിങ് ആവറേജിൻ്റെ വീക്ക്ലി 200 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരുന്നു, ഇതേ എൻ്റെ താഴെ പോകുന്നു 19,000 അല്ലെങ്കിൽ 26,000. ഇനി അത് നമ്മുടെ ലൈഫിൽ ഇനി കിട്ടത്തില്ല, വന്നിട്ടില്ല. ഇതേ അതേപോലെ തന്നെ ഓക്കെ, എനിക്ക് നെറ്റിന് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം, വീക്ക്ലി ചാർട്ടിൽ പ്രൈസ് 200 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് സെയിൽ. മനസ്സിലാവുന്നുണ്ടോ? അത് ഹ്യൂജ് ആയിട്ടുള്ള സെയിലാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ആ പ്രൈസ് റേഞ്ചിലേക്ക് പിന്നീട് ബിറ്റ്കോയിൻ വരുന്നത് വളരെ വളരെ 99% വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് അക്യുമുലേഷൻ ചെയ്യുക. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതേ പാറ്റേൺ വന്ന് അടുത്ത് എൻഡ് ചെയ്യുന്നത് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ബേസ് ചെയ്ത് വെച്ചിട്ട് ഇവൻ ഞാനും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ കാനഡയിലാണ്. ഇത് എനിക്ക് എക്സ്ട്രാ മണി വേണമെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഡു, ട്രേഡ് ചെയ്യാറുണ്ട്. ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 1 മണി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ട്രേഡിങ്ങിൻ്റെ പരിപാടികളെല്ലാം തീരും. പിന്നീട് ഫ്രീ ആണ്, അല്ലെങ്കിൽ വീക്കെൻഡുകൾ ഉണ്ട്. ഇപ്പോൾ 24 hours ട്രേഡിംഗ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വീക്കെൻഡുകളുണ്ട്, സാറ്റർഡേ സൺഡേ ഉണ്ട്. ആ സമയത്ത് എനിക്ക് യൂബർ ഓടാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ലൈസൻസ് എടുക്കുക, ടാക്സി ഓടുന്നുള്ള പരിപാടികൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ മാസം അതിനുള്ള ടെസ്റ്റൊക്കെ എഴുതി. നോളജ് ടെസ്റ്റ് ഉണ്ട്, നമ്മളത് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ആ നോളജ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റോഡ് ടെസ്റ്റ് എടുക്കണം. ആ റോഡ് ടെസ്റ്റിന് വേണ്ടി അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ ആ റോഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഞാനും പ്രിപ്പയർ ചെയ്യുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അഥവാ ഇത് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യാതെ ആ പ്രൈസ് മുഴുവൻ അക്യുമുലേഷൻ ചെയ്യുക. അതായത് ഒരു വാല്യൂ, ഇപ്പോൾ ഒരാളെ എക്കണോമിക്കൽ ഒരാളുടെ അടുത്ത് കൊണ്ടുവിടുക, ഒരാൾക്ക് സഹായം ചെയ്യുന്നു, അതിന് കിട്ടുന്ന വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, ചെറിയൊരു ഒരു 1-2-3 മണിക്കൂർ വർക്ക് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഇതിനകത്തിടുക. കാരണം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഹ്യൂജാണ്. നെവർ മിസ് ഇറ്റ്. ഓക്കെ, ക്ലബ്ബിലുള്ളവർക്കറിയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രൈസും ഈ ഒരു വീക്ക്ലി പ്രൈസ് ഈ 200 മൂവിങ് ആവറേജിനെ കിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനടുത്ത് വരുമ്പോൾ, അതിനടുത്തോ അതിൻ്റെ താഴെയോ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. ഇപ്പോൾ ഞാൻ പല സൈഡിൽ നിന്ന് സൈഡ് വ്യൂവിൽ നിങ്ങൾക്ക് തന്നു ഇതെങ്ങനെയൊക്കെ പോകാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒരു ടെക്നിക്കൽ അനാലിസിസ്, ലോകത്തിലെ ഒരു ടെക്നിക്കൽ അനാലിസിസ് പറയുന്ന ആക്കും ഇതിനപ്പുറം പറയാനൊന്നുമില്ല. എവറിത്തിങ് ഐ എക്സ്പ്ലെയിൻ ടു യു. ഇതിൽ ഈ 3 രീതിയിൽ താഴ്ത്തു പോകാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ 3 രീതിയിലൂടെ തന്നെ അതിനെ ക്രാക്ക് ചെയ്തതിന് മേപ്പോട്ട് തന്നെ ഇതിന് സഞ്ചരിക്കാം. അപ്പോൾ മേപ്പോട്ട് സഞ്ചരിക്കാനുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. 1-2 പോയിൻ്റ് ഉണ്ട്. താഴ്ത്തു വരാനുള്ള പോയിന്റുകൾ എന്താണ്? ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്തിട്ട് ഇത് താഴ്ത്തു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം പ്രിപ്പയർ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഈ പ്രൈസ് റേഞ്ച് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൈസ് റേഞ്ചാണ് ഈ ഒരു എന്ന് പറയാൻ നോക്കും. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതോടെ നിങ്ങൾക്ക് ഒരു കാര്യം പിടിയിട്ടില്ലേ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ടെൽ യു. അതായത് ഇപ്പോൾ ഞാൻ ആരോടെങ്കിലും ഈ പ്രൈസ് റേഞ്ച് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രൈസ് റേഞ്ച് ഈ റേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് പറയും? എന്നെ തെറി വിളിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബിറ്റ്കോയിൻ ഇത്രയേ ഉള്ളൂ പൈസ, അത് മുഴുവൻ ഡംപ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതല്ല, ഇപ്പോൾ നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നേക്കാം എന്നുള്ള രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഡിവൈഡ് ചെയ്യുക. 4 ഡിവൈഡ് ചെയ്തിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ഇടുക, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇടുക. ഇവിടെ ബിറ്റ്കോയിൻ പ്രൈസ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ഇടുക. ബിറ്റ്കോയിൻ ഏകദേശം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഇടുക. നിങ്ങളുടെ ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വൺ ടൈമിലല്ല ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത്. നിങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ വീക്കിലും നിങ്ങളത് ബിറ്റ്കോയിൻ വാങ്ങിക്കുകയാണ്. വാങ്ങിക്കുമ്പോൾ തോറും എന്ത് പറ്റും? നിങ്ങളുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകും തോറും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ആവറേജ് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നാളെ നമ്മുടെ ട്രെൻഡ് ഫൈൻഡർ പ്രോ എന്ന് പറയുന്ന നമ്മുടെ ഈ ബാൻഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നാളെ നിങ്ങൾക്ക് തരാം. അതിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബാൻഡ് ഹെൽപ്പ് ചെയ്യും എങ്ങനെ ഏത് സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് കുറവാണ്, ഏത് സമയത്ത് എക്സ്പെൻസീവായിട്ട് നിൽക്കുന്നു, അതനുസരിച്ച് നിങ്ങളുടെ ബൈയിങ് ചേഞ്ചസ് മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ നാളെ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.